പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഡിഫിക്കൽട്ട് ടൈംസ്, ലൈഫ്സ് ട്രയൽസ്, മക്കളെ, ഇതൊക്കെ ഫേസ് ചെയ്യാതെ നമുക്കൊരു ജീവിതമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ജീവിതത്തിലൊക്കെ നാം യേശു കർത്താവിൽ ശരണം കണ്ടെത്തിയിട്ട് നമ്മുടെ എല്ലാ ആകുലതകളും ആശങ്കകളും നമ്മളങ്ങ് റിലീസ് ചെയ്യണം, പുറത്തേക്ക് കളയണം. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രസൻസിലും ദൈവത്തിൻ്റെ പീസിലും അവൻ്റെ സമാധാനത്തിലും അവൻ്റെ സാന്നിധ്യത്തിലും നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, 2 Thessalonians chapter 3 verse 16. സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും സകലവിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. എത്ര നമുക്ക് ആശ്വാസം തരുന്നൊരു വാക്യമാണ്. ദൈവത്തിൻ്റെ സമാധാനം നമുക്കെപ്പോഴും അവൈലബിളാണ്. പക്ഷേ സഫറിങ്സ് വരും. സഫറിങ്സ് വരുമ്പോഴും കുഞ്ഞെ, നീ സ്ട്രെസ്ഡ് ഔട്ടായി പോകരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ജീവിതത്തിലെ കഷ്ടങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടിട്ടില്ലേ? അപ്പം ദൈവസമാധാനം അനുഭവിച്ചില്ലേ? അതൊക്കെ ഓർത്ത് ഒന്ന് സ്തുതിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുമോ? നമ്മുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ പഴയതെല്ലാം മറക്കും. ദൈവം ചെയ്തുന്ന ഉപകാരങ്ങൾ നമ്മൾ മറക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഓർത്ത് അവനെ സ്തുതിക്കണം. ഭക്തന്മാർ അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ ബലം പ്രാപിച്ചിട്ടുള്ളത്. ദാവീദിനെ നമുക്കറിയാം. ഗോലിയാത്തിനെ കണ്ടപ്പോൾ തനിക്കൊട്ടും കൂസാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത് തനിക്കറിയാമായിരുന്നു. തൻ്റെ കഴിഞ്ഞ കാലത്ത് സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും ദൈവം വിടുവിച്ചതാണ്. അതുകൊണ്ട് വഴി വരുമ്പോൾ കുഞ്ഞ്, നിനക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അത് ദൈവസന്നിധിയിൽ ഒന്ന് യാചിച്ച്, അത് ഒന്ന് ചോദിച്ച്, അവനൊരിക്കലും വിട്ടുകളയത്തില്ല. തീർച്ചയായിട്ടും അവൻ നമ്മെ സഹായിക്കും. സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന് ദൈവവചനം പറയുന്ന ആ പൂർണ്ണ സമാധാനം അനുഭവിക്കണ്ടേ? തീർച്ചയായിട്ടും ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല, മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നല്ല സമാധാനവും അനുഗ്രഹവും ആത്മീയ വളർച്ചയും പുഷ്ടിയും എല്ലാം തരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ശക്തനാണെന്ന് ഉറച്ചു കൊള്ളണമേ. ഒരിക്കലും ഈ ലോകത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കൺസേൺസ്, നമുക്ക് നമ്മുടെ കൂട്ടാളിയെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി കൺസേൺഡ് ആയിട്ടുള്ള വിഷയങ്ങളില്ലേ, അതൊക്കെ നമുക്ക് തോൽപ്പിക്കണം. ആ ചിന്തകളെ നമുക്ക് തോൽപ്പിക്കണം. കാരണം അത് നമുക്കൊരു കാലത്തും ഗുണം തരത്തില്ല. എന്നിട്ട് ഇതിൻ്റെയൊക്കെ വേരെന്താണെന്ന് കണ്ടുപിടിച്ച് ഇതിൻ്റെയൊക്കെ റൂട്ട് എന്താണെന്ന് വെച്ച് മനസ്സിലാക്കിയെടുത്തിട്ട് നമ്മുടെ ആ വറിയുണ്ടല്ലോ, അത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവന് നമ്മളോട് സംസാരിപ്പാനുള്ള എന്തെന്ന് മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കുമ്പോഴുണ്ടല്ലോ, വലിയ സമാധാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ, വാട്ട് ഇഫ്, അല്ലെങ്കിൽ ഹൗ, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെ, ഈ ചിന്തകളൊക്കെ വരുമ്പോഴാണ് നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. അതിന് ഇടം കൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾക്ക് ഈ വറി പൂർണ്ണമായിട്ട് ഹാൻഡിൽ ചെയ്യുവാൻ തക്കവണ്ണം കഴിയണം. പ്രൈസ് ഗോഡ്. അത് നമ്മളെ രോഗികളായിട്ട് തീർക്കും. അത് മറ്റുള്ളവരെ കൂടെ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ഭവനത്തിൽ താമസിക്കുന്നവരെ, അവർ കൂടെ മനപ്രയാസങ്ങൾ ഉളവാക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ പറയട്ടെ, പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെട്ടു പോകാതെ നമ്മുടെ ഭയവും നമ്മുടെ കൺസേണും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട്, നമ്മുടെ സിറ്റുവേഷൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പ്രശ്നത്തെ പക്ഷേ സോൾവ് ചെയ്ത് സിറ്റുവേഷനെ ഓവർകം ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കും. വറിയടിച്ചാൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ വേദന വന്നിട്ട് നമ്മളെ ഒരു ബാഡ് ആറ്റിറ്റ്യൂഡിലേക്ക് അത് നമ്മെ തിരിക്കും, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വറിയടിച്ച് തുടങ്ങിയാൽ നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാകത്തില്ല, ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വറി കംസ് ഡൗൺ ടു 2 things. അത് ഉറപ്പായിട്ട് ആ 2 കാര്യങ്ങൾ വന്നിരിക്കും വറിയടിച്ചാൽ. ഒന്ന് ഫിയർ, അടുത്തത് ലാക്ക് ഓഫ് ട്രസ്റ്റ്. ആശ്രയിപ്പാനുള്ളൊരു കുറവ് വരും. ഹല്ലേലൂയ. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ അറിയുന്നില്ല. എന്നാൽ മനസ്സിലാക്കണമേ, ആരും ഭൂമാവസാനം അറിയാവുന്ന ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്.
പ്രൈസ് ഗോഡ്. നമ്മൾ പലപ്പോഴും ഒരു സംഗതി നമുക്ക് വരുമ്പോൾ അതിൻ്റെ വേസ്റ്റാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു മോക്കുരു വന്നാൽ അയ്യോ അതിൻ്റെ അങ്ങേ അപ്പുറത്തെ നമ്മൾ ചിന്തിക്കും അല്ലേ. അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ലേ. പ്രൈസ് ഗോഡ്. നമ്മുടെ സിറ്റുവേഷനിൽ പ്രോഗ്രസ് ഇല്ലാതെ നമ്മളവിടെ നിന്ന് പോകും. നമ്മൾ സ്റ്റക്കായി പോകും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ നാളിൽ നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് സേഫ്റ്റി നമുക്ക് വേണം. കർത്താവ് നമ്മെ സ്വസ്ഥതയിലേക്ക് നടത്തും. പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മളെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. നമ്മുടെ ഫ്യൂച്ചറിനെ നാം നേരിടേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? വിത്ത് കോൺഫിഡൻസ്, വിത്ത് ലാഫ്, ചിരിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് പ്രോവേർബ്സ് 31 പറയുന്നത്, ഭാവി കാലം നോക്കി അവൾ പുഞ്ചിരിയിടുന്നു. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ഭാവി കാലം, നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി ഓർത്ത് പുഞ്ചിരിയിടാൻ പറ്റുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നാം അവനോട് കൂടെ നടന്ന് വിത്ത് കോൺഫിഡൻസ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ കരുതുന്ന യേശു അവന്. ഹല്ലേലൂയ. അവൻ്റെ കരത്തെ പിടിച്ചുകൊണ്ട് ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? നീ താണു പോകാൻ അവൻ സമ്മതിക്കത്തില്ല കേട്ടോ. അവൻ നിൻ്റെ വലം കൈക്ക് പിടിക്കും. അവൻ്റെ ആലോചനയാൽ നിന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് അവൻ നിന്നെ കൈക്കൊള്ളും. അതുകൊണ്ട് നമ്മുടെ വറി മാറ്റി അതിനെ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. എന്തുകൊണ്ടാണ് നാം റീപ്ലേസ് ചെയ്യുന്നത്? കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഹല്ലേലൂയ. അതിന് ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. പ്രൈസ് ഗോഡ്. പലപ്പോഴും ഭയം വന്ന് നമ്മളെ മാസ്ക് ചെയ്യും. ആവശ്യമായ സ്ട്രെങ്ത് പോലും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതിൽ നേടിയെടുക്കാൻ കഴിയാതെ നമുക്ക് വരും. അതുകൊണ്ട് കുഞ്ഞെ, ഭയത്തിൽ ജീവിക്കുന്ന ജീവിതം നിർത്ത്. എന്നിട്ട് അങ്ങനെ ഭയപ്പാട് വരുന്നതിന് പകരം, അതായത് ഓപ്പോസിറ്റ് ഓഫ് ബീങ് സ്കേർഡ് ഈസ് ബീങ് സെക്യൂർ അല്ലേ. സെക്യൂറാണ്, ഞാൻ സുരക്ഷിതയാണ്, ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടി ജീവിക്കാനായിട്ട് പറ്റുമോ? പ്രൈസ് ഗോഡ്. ബി സെക്യൂർ ഇൻ അവർ ക്രിയേറ്റർ. ആരാ നമ്മുടെ സൃഷ്ടാവ്? സൃഷ്ടാവാം ദൈവം. അവനിൽ സുരക്ഷിതത്വം കണ്ടെത്തുവാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാ. ആ ഒരൊറ്റ ചിന്ത, നാം അവൻ്റെ കരങ്ങളിലാണെന്നുള്ളൊരൊറ്റ ചിന്ത നമുക്ക് ഭയത്തെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മൾ യേശു കർത്താവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ നാം വളരണം. യേശു കർത്താവ് വലിയവനായി നമ്മുടെ ജീവിതത്തിൽ വളർന്ന് വരുമ്പോൾ, ആസ് ഗോഡ് ബിക്കംസ് ബിഗർ ഇൻ അവർ ലൈഫ്സ്, വലുതായി വരുമ്പോൾ വറി ബിക്കംസ് സ്മോളർ. യേശു കർത്താവിനെ ഉയർത്തുവാൻ നാം പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവനെ ഉയർത്തണം. അവൻ കൽപ്പിച്ചിരിക്കുന്ന വാല്യൂ ഓരോ വിഷയത്തിനും ഉള്ളത് തിരുവചനത്തിൽ കൂടെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മളും അതിന് വാല്യൂ കൽപ്പിക്കണം. Only security in this world is Jesus. Praise God. പല അൺസീനായിട്ടുള്ള കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ പറയുമ്പോൾ ഒന്ന് വിശ്വസിക്കാമോ ദൈവത്തെ? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പല്ലേ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ലേ. പ്രൈസ് ഗോഡ്. അതിനായിട്ട് കുഞ്ഞെ നിനക്കൊന്ന് സമർപ്പിച്ച് കൊടുക്കാമോ? എന്നിട്ട് നമ്മുടെ ഫിയറും വറിയും എല്ലാം റീപ്ലേസ് ചെയ്യണം. എന്തുകൊണ്ട്? ട്രസ്റ്റിൽ. ഭയം അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് നമ്മിൽ നിന്ന് അങ്ങ് കളയണം. പ്രൈസ് ഗോഡ്. ട്രസ്റ്റ്, അതിൻ്റെ ക്ലാരിറ്റി നമ്മളിൽ വളർന്നു വരണം. ട്രസ്റ്റ് അപ്പം നമ്മളെ വീണ്ടും റീഎൻഗേജ് ചെയ്യും. പ്രൈസ് ഗോഡ്. പല കാര്യത്തിൻ്റെയും അർത്ഥം, ദൈവത്തിലുള്ള ഈ ആശ്രയം നമുക്ക് മനസ്സിലാക്കി തരും. പ്രൈസ് ഗോഡ്. എന്തൊക്കെ ആപത്തും അനിഷ്ട സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുമെന്ന് പറഞ്ഞ് പിശാച് നമ്മളെ ഭയപ്പെടുത്തിയാലും കർത്താവ് നമ്മെ സഹായിക്കും. അവൻ നമ്മെ ബലപ്പെടുത്തും. അവൻ നമ്മുടെ കരത്തെ പിടിച്ചുകൊള്ളും. അത്രമാത്രം അവൻ നല്ലവനാണ്. ഏത് നേരത്തും നമുക്ക് അവനെ ട്രസ്റ്റ് ചെയ്യുവാൻ്റെ ഗുണം സാധിക്കണം. പ്രൈസ് ഗോഡ്. സോ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഫൈൻഡ് സെക്യൂരിറ്റി ഇൻ ക്രൈസ്റ്റ്. നിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഓരോ ഏരിയയിലും നീ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. പരിശുദ്ധാത്മാവെ, നീ കടന്നു വന്ന് എൻ്റെ ഭയത്തെ ശാസിക്കണമെന്ന്. പരിശുദ്ധാത്മാവ് നമുക്ക് സമാധാനം തരും, നമുക്ക് ബലം തരും. ഹല്ലേലൂയ. അത്രമാത്രം അവൻ ഒരു കംഫർട്ടർ എന്ന അവൻ്റെ പേര്, ആശ്വാസപ്രദൻ എന്ന അവൻ്റെ പേര് പരിശുദ്ധാത്മാവിൻ്റെ അല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അവൻ നിങ്ങളെ ഒരിക്കലും വിട്ട് കളയത്തില്ല. അവൻ നിനക്ക് സന്തോഷകരമായ ചിന്ത തരും. നമ്മളുടെ ഡിഫിക്കൽട്ടീസ് അവൻ എടുത്ത് മാറ്റും. വറി ഡസൻ ഗോ എവേ ജസ്റ്റ് ബിക്കോസ് വി വോണ്ട് ഇറ്റ് ടു. പോട്ടെ വറിയെന്നൊന്നും നമ്മൾ വിചാരിച്ചാലൊന്നും അതങ്ങനെ പോകുന്നതല്ല. പക്ഷേ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമുക്ക് ജയം തരും.
അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യഹോവയിൽ ധൈര്യം കണ്ടെത്തുവാൻ തക്കോണം, യഹോവയിലെ സന്തോഷം ഞങ്ങളുടെ ബലമായിരിക്കാൻ തക്കോണം, ക്രിസ്തുവിൽ ബലം കണ്ടെത്തി, ദൈവത്തിൽ ബലം കണ്ടെത്തി, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഒരു ജയജീവൻ ഇപ്പം ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.